ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഒരു വീഡിയോ കാണുവാൻ ഇടയായി. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ഇടയിലെ പ്രവാചകന്മാരുടെ ഇടയിൽ പോവുക, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ അടുക്കൽ അനുഗ്രഹം തേടി പോകുന്നവർ, അവർ സത്യവാനായ പ്രവാചകനാണോ, സത്യസന്ധനായ പ്രവാചകനാണോ, ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനാണോ, ഇതൊന്നും നോക്കാറില്ല. കണിയാൻ കവടി നിർത്തുന്നത് പോലെ അവരുടെ ഇടയ്ക്ക് പോവുകയും അവരെന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ എല്ലാ പ്രാവശ്യവും അവരുടെ വലകളിൽ കുടുങ്ങിപ്പോകുന്ന നല്ല നല്ല ആളുകളുടെ അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? ആളുകളുടെ അവസ്ഥ വളരെ മോശമാണ് ഈ പ്രവാചകന്റെ അടുക്കൽ പോകുന്നത്. അതുപോലെ ഒരു പ്രവാചകൻ ഭയങ്കരമായി പ്രവചിക്കുന്നു. എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂരുള്ള ജിനോ എന്നാണ് അയാളുടെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിനോ പാസ്റ്റർ പ്രവാചകൻ എന്ന് പറയുന്ന ജിനോ, അദ്ദേഹത്തിന്റെ പ്രവചനം എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ, കാരണം മൂന്ന് വഴികൾ പോകുന്നു. ആ വഴിയുടെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട്, അല്ലെങ്കിൽ അതിനിടയിൽ ഒരു വീടുണ്ട്. ആ വീടൊരു മഞ്ഞ വീടാണ്. അതുപോലെ തന്നെ മീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ കള്ളത്തരങ്ങൾ വീണ്ടും പൊളിയിച്ചുകൊണ്ട് പാസ്റ്റർ ഷമീർ കൊല്ലം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വളരെ പെട്ടെന്നൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക പ്രവചനം ശ്രദ്ധയിൽപ്പെട്ടു. ആ പ്രവചനത്തെ സംബന്ധിച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ആനന്ദിക്കുന്നതൊക്കെ കണ്ടു. ഞാൻ ആ വീഡിയോ, അതിന്റെ പ്രസക്ത ഭാഗം ഒന്ന് കാണിക്കാം. 1, 2, 3 റോഡ് കാണിക്കുന്നു. ഈ രണ്ടാമത്തെ റോഡിൽ കൂടാണോ നിങ്ങളുടെ വീട്ടിലോട്ട് പോകേണ്ടത്? അതെ അതെ, കറക്റ്റാ. അതെ. ഞാനും ഒരു ദൈവ ദൂതനും കൂടെ നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പോവാം. ദൈവാസനെ പൊടിമറ്റം കർത്താവ് എന്നെ കാണിക്കുന്നത് രണ്ടാമത്തെ വഴി കൂടെ റബ്ബറും തോട്ടമാണ് കാണിക്കുന്നത്. റബ്ബറും തോട്ടം, മുഴുവൻ റബ്ബറും തോട്ടം. ഈ റബ്ബറും തോട്ടം കയറി ഒരു കോൺക്രീറ്റ് ഇട്ട റോഡ് ദൈവം എന്നെ കാണിക്കുന്നു. നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴിയാണ് ഈ കോൺക്രീറ്റ് ഇട്ട റോഡ്. ഈ കോൺക്രീറ്റ് ഇട്ട് കയറ്റം കയറുന്ന ദൈവം എന്നെ കാണിക്കുന്നു. അതെ, കയറ്റം കയറുമ്പോ മൂന്നാമത്തെ വീട് വലതുവശത്ത് അല്ലേ? അതെ. 1, 2, 3. ഈ ആദ്യത്തെ വീട്ടിലെ പുള്ളിയുടെ പേരെന്തുവാ? രാജൻ എന്നാണ് ആദ്യത്തെ പുള്ളി. രണ്ടാമത്തെ വീട്ടിലെ പുള്ളിയുടെ പേരോ? മോഹൻ. മൂന്നാമത്തേത് ജയൻ. അതെ. രാജൻ, മോഹൻ. എന്താടാ ഇത്? എന്താ മാതിരി കണ്ടല്ലോ. പലരുടെയും ഹൃദയത്തിൽ ഒരു ഭയങ്കര ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണിത്. എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയുന്നത്? ഇനി ദൂതന്മാർ വല്ലതും ഇവരുടെ കൂടെ ഉണ്ടോ എന്ന് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത്തരം പ്രവചന തട്ടിപ്പുകാർ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കുകൾ ഞാൻ മുമ്പ് തന്നെ പല വീഡിയോയിലും ഞാനത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഗ്രൗണ്ടിൽ നിർത്തിയിരിക്കുന്ന കാറുകളുടെ നമ്പർ കേരളത്തിലെ RTOയുടെ സൈറ്റിൽ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഓണറുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ് ഉൾപ്പെടെ വരും. എന്നിട്ട് അവരുടെ പേര് വിളിക്കുക. ഇത് മുമ്പ് ഉണ്ടായിരുന്നൊരു ട്രെൻഡായിരുന്നു. കൂടാതെ ഈ പുതുതായിട്ട് ആരാധനയ്ക്ക് വരുന്ന ആളുകളുടെ ഇടത്തും വലത്തും ഈ കമ്പനിക്കാരൻ്റെ തന്നെ, അതായത് ഈ പ്രവചന തട്ടിപ്പുകാരൻ്റെ തന്നെ ആളുകൾ പോയി ഇടത്തും വലത്തും ഇരിക്കും. ആദ്യമായിട്ടാണോ വരുന്നത്? എവിടുന്നാണ് വരുന്നത്? ഞങ്ങളും ആദ്യമായിട്ടാണ് വരുന്നത്. ഈ പാസ്റ്റിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്, എന്താ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അവരുടെ വിഷയങ്ങൾ സൂത്രത്തിൽ കൈക്കലാക്കുക. എന്നിട്ട് അത് മെസ്സേജ് വഴി വാട്സാപ്പിലോ ഈ പ്രസംഗകൻ്റെ ടാബിലേക്കോ അയച്ചു കൊടുക്കുക. പ്രസംഗകൻ ആ പേര് സ്റ്റേജിൽ നിന്ന് ആത്മാവിൽ വിളിക്കുക. ഇതൊക്കെ മുമ്പിലിരിക്കുന്നവരെ ഞെട്ടിക്കുന്ന പഴയ തന്ത്രങ്ങളായിരുന്നു. പിന്നെ മറ്റൊരു തന്ത്രമുണ്ട്. ഈ ആരാധനയ്ക്ക് വരുന്ന ആളുകൾ, അവരുടെ പുതുതായിട്ട് വരുന്ന ആളുകൾ ഒരു കാർഡ് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ കാർഡിൽ അവരുടെ പേര്, അവരുടെ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ തുടങ്ങിയ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കാണും.
അതിനുശേഷം ഈ അഡ്രസ്സിലേക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടക്കാർ അല്ലെങ്കിൽ ഫർണിച്ചറിൻ്റെ ഓർഡർ എടുക്കാൻ വന്നവർ അങ്ങനത്തെ നിലയിൽ ഈ തട്ടിപ്പുകാരുടെ ആളുകൾ അവരുടെ വീടുകളിൽ കടന്നു പോകും. ഫർണിച്ചറിൻ്റെയൊക്കെ ഓർഡർ എടുക്കാനായിട്ട് ചെല്ലുന്നതെങ്കിൽ വീട്ടിൻ്റെ അകത്ത് എത്ര കട്ടിലിപ്പോൾ ഉണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്, അലമാര ഉണ്ടെന്നൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഈ വിവരങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ പലപ്പോഴും വെളിപ്പെടുത്തി ആളുകളെ ബോധവാന്മാരാക്കിയതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളൊക്കെ ഏൽക്കാതെ വന്നപ്പോൾ ഇപ്പോൾ 2026 ഈ 25-26 കടന്നപ്പോഴുണ്ടായിരിക്കുന്ന പുതിയ ഒരു ട്രെൻഡാണ് ഈ വീട്ടിലേക്കുള്ള വഴി കൃത്യമായി പ്രവചിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാലം മാറിയതൊന്നും ഈ മുമ്പിലിരുന്ന് കൈയടിക്കുന്ന ആളുകൾ അറിയുന്നില്ല. ഈ കാലം മാറുന്നതനുസരിച്ചും ടെക്നോളജി മാറുന്നതനുസരിച്ചും ഈ കള്ളന്മാരെല്ലാം അപ്ഡേറ്റഡ് ആണ്. പക്ഷേ മുമ്പിൽ നിൽക്കുന്ന ഈ ആളുകൾ കാലം മാറിയതൊന്നും അവരറിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇത് പറയുന്നത് എന്നുള്ളതാണ് ആളുകളെ അതിശയിപ്പിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഈ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ജസ്റ്റ് ഈ സെർച്ച് ബാറിൽ നമ്മളിപ്പം ഒരാളുടെ പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പേര് തന്നെ അവിടെ കൊടുക്കുകയാണ്, ഷമീർ കൊല്ലം. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് ഇവിടെ കാണാം ഒരു കോളത്തിൻ്റെ അകത്ത് ഒരു ഫോട്ടോ പോലെ കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്യാം. അവിടെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ വീടാണ്, എൻ്റെ വീടിൻ്റെ മുൻവശമാണ്. ഈ വീടിൻ്റെ പണി പൂർത്തിയായപ്പോൾ ഇവിടെ ഒരു കുഴൽ കിണറിൻ്റെ പണികൾ നടക്കുന്ന സമയത്ത് ഗൂഗിളിൽ അപ്ഡേറ്റഡ് ആയതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ കാണുന്നത്. ഇനി ഇതേ പയ്യെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മതിലിൽ ബൈബിൾ വാക്യം എഴുതിയത് നിങ്ങൾക്ക് കാണാം. ഒന്നുകൂടി ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ അടുത്തൊരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ ഈ ആരോ മാർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇലക്ട്രിക് പോസ്റ്റ്, പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ തൊട്ടടുത്ത് വേറൊരു വീട്, പിന്നെ ഈ വളവിൽ തന്നെ ഒരു കോർപ്പറേഷൻ്റെ ഒരു പൈപ്പ് പോലെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ദൂതം പറഞ്ഞാൽ അവിടെ പൈപ്പുണ്ട്. പിന്നെ നമ്മൾ ആ വഴി ഇങ്ങോട്ട് തിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിയിൽ ഒരു തേക്ക് മരം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തേക്കുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു പറമ്പിൽ കുറേ വൃക്ഷങ്ങൾ നിൽക്കുന്ന, തേക്കും റബ്ബറും ഒക്കെ നിൽക്കുന്ന ഒരു പറമ്പ് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഒരു പറമ്പ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗൂഗിളിലേക്ക് ഈ റോഡ് മുന്നോട്ട് പോയാൽ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആ റോഡാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഗൂഗിളിൽ കാണുന്നത്. കണ്ടോ? ഈ റോഡ് നമുക്ക് എത്ര വേണമെങ്കിലും മുന്നോട്ട് പോയി ഇത് കാണുവാനായിട്ട് സാധിക്കും. ഈ റോഡ് വീണ്ടും മുന്നോട്ട് പോകുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു. നമ്മൾ നേരെ ചെന്ന് മറ്റൊരു റോഡിലേക്ക് ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ? ഇവിടെ ഒരു റോഡിലേക്ക് ഇറങ്ങി. ഈ റോഡ് കണ്ടോ? ഈ റോഡാണ്. കണ്ടോ? ഈ റോഡ്. അപ്പോൾ ഇങ്ങനെ ഏതൊരു റോഡും നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ ഗൂഗിൾ മാപ്പ് ഈ റൂട്ടും സൈഡിലുള്ള മരങ്ങളും വീടുകളും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ അത്യാവശ്യം ശ്രമിച്ചാൽ ചില അയലത്തുള്ള ചില ആളുകളുടെ പേര് വിവരങ്ങളും കിട്ടും. പക്ഷേ ഈ വീട്ടിനകത്ത് എത്ര പേര് താമസമുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഗൂഗിൾ പറഞ്ഞു കൊടുക്കത്തില്ല. അതുകൊണ്ട് അത് പ്രവാചകൻ ഈ മുമ്പിൽ നിൽക്കുന്നവരോട് തന്നെ ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്, എത്ര പേര് താമസമുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് ഈ ഗൂഗിളിൽ കിട്ടാത്ത വിവരങ്ങളാണ്. പക്ഷെ ദൂതനാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇപ്പം തന്നെ നമ്മൾ കണ്ട വീഡിയോയിൽ അയലത്തെ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ പേരെന്താണ് എന്ന് ഈ പ്രവാചകൻ തന്നെ മുമ്പിൽ നിൽക്കുന്ന ആളിനോട് ചോദിക്കുന്നുണ്ട്. എന്താ സ്വർഗത്തിലെ ദൂതന് അയലത്തെ വീട്ടിൽ താമസിക്കുന്നവരുടെ പേരറിയില്ലേ? അപ്പോൾ ദൂതനല്ല, ഗൂഗിളാണ് വിഷയം. ഏതായാലും എത്ര പറഞ്ഞാലും ഇത്തരം തട്ടിപ്പുകളിൽ പിന്നെയും ചെന്ന് വീഴുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പിന്നെയും ഉണ്ട്. അപ്പോൾ ഈ പറ്റിക്കപ്പെടാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം പറ്റിക്കുന്നവർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇത് കാലങ്ങളായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശുഭദിനം നേരുന്നു. വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. കാരണം രായ്ക്ക് രാമായണം നമ്മുടെ പാസ്റ്റർ ജിനോ പറയുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരു ദൂതനുണ്ട്. അല്ലെങ്കിൽ ആ ദൂതൻ ആരാണ്, എന്താണെന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്താണ് ആ ദൂതൻ, ആ ദൂതൻ ആര് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് പിടികിട്ടി. ഗൂഗിൾ മാപ്പ് ആയിരുന്നു ആ ദൂതൻ എന്നുള്ള കാര്യം.
അപ്പോൾ ഇപ്പോൾ എന്നെ കേൾക്കുന്ന പല ആളുകളും അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ശരിയായ പ്രവചനങ്ങളോ, പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദർശകനാണ് അല്ലെ, ദൈവം പറയുന്ന അരുളപ്പാടുകൾ അറിയിക്കുന്ന ആളാണ് പ്രവാചകൻ. അല്ലാതെ നിങ്ങളൊരു ഭാവി ഭൂതം വർത്തമാനം എന്നീ കാര്യങ്ങളൊക്കെ അറിയാനാണ് അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ നല്ല കാര്യം, വളരെ നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള ഒരരുളപ്പാടും നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം അത് യഥാർത്ഥ ദൈവിക പ്രവർത്തനമൊന്നും അവിടെ നടക്കുന്നതേയില്ല. വെറുതെ ഒരു എന്താ പറയുക, ചില മാതൃകകൾ മാത്രം അല്ലെ, ചില മാതൃകകൾ, സഭയുടെ ചില മാതൃകകൾ അല്ലെങ്കിൽ സഭാവിശ്വാസത്തിന്റെ ചില മാതൃകകൾ കാണിച്ചുകൊണ്ട് ആ പ്രവാചകൻ ഐഡിയോളജി ആയിട്ട് ഗൂഗിളിലൂടെ എടുത്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥ പ്രവാചകനായിരുന്നുവെങ്കിൽ അവൻ പറയുന്നത് സത്യമായിരുന്നേനുമായിരുന്നു. ഈ പറയുന്നത് മുഴുവൻ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ, ഇവർ പോകുന്ന വഴിയിലൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നരക ലോകത്തിന് ഇടയാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അല്ലെ. നരകത്തിലേക്ക് പോകുന്ന വാതിലുകൾ വളരെ സുനിശ്ചിതമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിക്കായുടെ ഏതോ ഒരു പ്രചരണത്തിലൂടെ അല്ലെങ്കിൽ നിക്യ വിശ്വാസം, അതായത് 3 ദൈവങ്ങളുള്ള 3 വ്യക്തികളുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അല്ലെ. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് വന്നവരാണ് ഇവർ. ഇപ്പൊ ഷമീർ കൊല്ലം പാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വന്ന ആൾക്കാരാണ്. ഇന്ന് അവർ പോയി കഴിഞ്ഞപ്പോൾ അവരെ കുറ്റപ്പെടുത്തി അല്ലാതെ വേറെ നിവൃത്തി അവർക്കില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ പ്രവാചകന്മാരുടെ അടുക്കൽ പോകുന്നവർ വളരെയധികം സൂക്ഷിക്കുക. പ്രവാചകന്മാർ നിങ്ങളെ പറ്റിക്കുന്നവരാണ്, ഇത് ദൈവത്തിൽ നിന്നുള്ളവരാണോ എന്ന് നിങ്ങൾ ശോധന ചെയ്തിട്ട് അവിടെ പോകാവുള്ളൂ. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ കാര്യം. നിങ്ങൾ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു രക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ടവർ ആരും അവിടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നീടുള്ള ആൾക്കാരെ കുറിച്ച് മാത്രമാണ് ഒരു ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്തത്. കാരണം അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധങ്ങളും ഇല്ല. കാരണം നിങ്ങൾ യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ കാലങ്ങളിൽ നമ്മളെ പറ്റിക്കുന്ന ഏത് സുവിശേഷമാണെങ്കിലും അത് നമ്മളെ നരകത്തിലേക്ക് തള്ളിയിടുന്ന സുവിശേഷമാണെങ്കിൽ അതിൽ നിന്ന് പിൻവലിയേണ്ട ഒരു ജോലി കൂടി നമുക്കുണ്ട് എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് ഈ കാലങ്ങളിൽ യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിഞ്ഞ് കടന്നു പോകണമെന്ന് ഞാൻ ഓരോരുത്തരോടും ഞാൻ ഈ കാരണത്തിൽ ഞാൻ ഓരോരുത്തരോടും എന്താ പറയുക, എൻ്റെ മിതമായ വാക്കുകളിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രവാചകന്മാരുടെ ഇടയിൽ പോകുന്ന ഈ കൂട്ടത്തിൽ പോകുന്നവരോടാണ് ഞാനത് ആഹ്വാനം ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ജോലിയാക്കി അവർ കൂട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് പ്രവാചകന്മാരെന്ന് പറയുന്ന ഒരു ജോലിയാണ്. പ്രവചനം വേറെ ഒരു ജോലിയായി മാറിയിരിക്കുകയാണ്. കാശുണ്ടാക്കുന്ന, പണമുണ്ടാക്കുന്ന 1000 പേരെ സ്റ്റേജിൽ വെളിപ്പെടുത്തുവാനായിട്ട് അതിനുവേണ്ടി അവർ ഗൂഗിൾ മാപ്പ് അല്ല എന്ത് സംവിധാനം വരെയും അവർ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു സത്യപരമായ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ തരുണത്തിൽ. അതുകൊണ്ട് ഇനി അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് പോവാനായിട്ട് എന്ത് ചെയ്യണം, മുതിരണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും ഓർപ്പിക്കുകയാണ്. നല്ലവർ അനുസരിക്കുന്നവർക്കെല്ലാം ദൈവികമായ പ്രതിഫലം എല്ലാവർക്കും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രവാചകൻ ആരായിരിക്കുമെന്നുള്ള കാര്യം ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ പ്രവാചകനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകണം. പ്രവാചകനെ അയക്കും അല്ലേ, ആരയക്കണം? ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അപ്പൊ ദൈവം അയക്കാതെ ഒരു പ്രവാചകൻ വരത്തില്ല. ദൂതനുണ്ട് എന്ന് പറയുന്ന ദൂതൻ ആരാണ്? ഗൂഗിൾ മാപ്പാണെന്ന് നമുക്ക് പിടികിട്ടി കഴിഞ്ഞു. അങ്ങനെയുള്ള പ്രവചനങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഫേമസ് പ്രവചനങ്ങൾ. ഇനി പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് എന്ന് മത്തായി 10:41 യെരുശലേമിന് പുറത്ത് വെച്ചൊരു പ്രവാചകൻ നശിച്ചു പോകുന്നു, പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. ലൂക്കോസ് 24:19 നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പ്രവൃത്തിയിലും ശക്തിയിലും ഒക്കെ പ്രവാചകന്മാർ ശക്തിയുള്ളവരാകണമെങ്കിൽ എന്താണ്?
അവർക്ക് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ അല്ല പ്രവചിക്കേണ്ടത്. ഗൂഗിൾ മാപ്പിന്റെയോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ലോകത്തിന്റെ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ഐഡിയ കൊണ്ടല്ല പ്രവചിക്കേണ്ടത്. അവർ യഥാർത്ഥ പ്രവാചകരാണെങ്കിൽ ദൈവം അവർക്ക് അരുളപ്പാട് കൊടുത്തിരിക്കും എന്നുള്ളത് വളരെ വാസ്തവപരമായ കാര്യമാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യങ്ങളും ഇവർക്ക് അന്വർത്ഥിക്കാൻ കഴിയുകയില്ല. ഉൽപ്പത്തി പുസ്തകം 20:7 പറയുന്നത് അവൻ ഒരു പ്രവാചകൻ ആകുന്നു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദർശകൻ കൂടിയാണ്. അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. അപ്പോസ്തലൻ എന്ന് പേരെടുത്ത് വരുന്നതെല്ലാം അപ്പോസ്തലന്മാരല്ല, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് അപ്പോസ്തോലൻ. അല്ലാതെ ഇന്നാൾ ആരണ്ട് പറഞ്ഞ പോലെ അപ്പപ്പോ സ്ഥലത്തുള്ളവനല്ല അപ്പോസ്തോലൻ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയും ഈ കാലങ്ങളിൽ സൂക്ഷിക്കേണ്ടവ നിങ്ങൾ തന്നെ സൂക്ഷിച്ചൊഴിയണമെന്ന് ഈ തരുണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.